നാട്ടിലേക്ക് ഈ വനത്തിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ പ്രകൃതിയോടുള്ള സ്നേഹം അങ്ങ് കവിഞ്ഞൊഴുകുകയാണ്. ഞാനിപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലും വാർത്തയിലൊക്കെ കാണുന്നുണ്ടാകും. നമ്മുടെ കേരളത്തിൻ്റെ ഒരു അഭിമാന പദ്ധതിയായ മൂന്നാറിലേക്കുള്ള ഹൈവേ, അതിൻ്റെ പണി ഇപ്പം നേര്യമംഗലം കാട്ടിൽ സ്തംഭിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി അതിനെതിരെ സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. ഇത് വനഭൂമിയാണെന്നാണ് ഒരു തൊടുപുഴക്കാരൻ്റെ പൊതു താൽപ്പര്യ ഹർജി, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. പൊതു താൽപ്പര്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്, അതിൽ കേരള സർക്കാരും പറഞ്ഞു എന്നാൽ ശരി ഇത് വനഭൂമിയാണെന്ന്. ശരിക്കും 100 മീറ്റർ വീതിയിൽ പണ്ട് രാജഭരണമുള്ള കാലത്തെ 100 മീറ്റർ വീതിയിൽ വഴി പോവേണ്ടതാണ് ഭൂമിയെന്ന് കൊടുത്തിരുന്നതായിരുന്നു. അതനുസരിച്ചായിരുന്നു പണിയെല്ലാം പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇത് വനഭൂമിയാണെന്നും പറഞ്ഞ് തൊടുപുഴക്കാരനായ ഒരു അദ്ദേഹം, ഒരു മാന്യ അദ്ദേഹം പരാതിപ്പെട്ട് അങ്ങനെ ആ വഴിപണി നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ വഴിപണിയുടെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. കേരളത്തിൻ്റെ തന്നെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ മൂന്നാറിലേക്കുള്ള ഹൈവേ ആണ്. എയർപോർട്ടിൽ നിന്നും പോകാൻ പറ്റിയ ഏറ്റവും അടുത്തുള്ള ഏറ്റവും നല്ല ഒരു മലപ്രദേശമാണ് മൂന്നാർ എന്ന് പറയുന്നത്. ഞാൻ പല രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഇത്രയും മനോഹരമായ ഒരു സ്ഥലം നമുക്ക് ഇത്രയും ചീപ്പായി പോകാൻ പറ്റിയതായ മറ്റൊരു സ്ഥലമുണ്ടോ എന്ന് തന്നെ, ലോകത്തുണ്ടോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്രയും മനോഹരമായ സ്ഥലത്തേക്ക് എത്തിപ്പെടുവാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഹൈവേയുടെ പണിയാണ് പ്രകൃതി സ്നേഹം എന്ന ഒരു വലിയ വാക്കുകൊണ്ട് ഒരു മാന്യ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം ഇത് മുടക്കിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്താം, അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കാം എന്നൊക്കെ. അതൊക്കെ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞത് ചെയ്യുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ പ്രകൃതി സ്നേഹം കൊണ്ടാണ് അത്. ഒരു സ്നേഹം, പ്രകൃതി സ്നേഹം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇനി എനിക്ക് പറയാനുള്ള മറ്റൊരു കഥയും കൂടെ ഉണ്ട്. ഈ പ്രകൃതി സ്നേഹി എപ്പോഴെങ്കിലും മൂന്നാറിലേക്ക് ഒന്ന് വരണം. മൂന്നാറിലേക്ക് വന്നിട്ട് നിങ്ങളിവിടെ കാണുന്ന ഏതെങ്കിലും ഒരു നല്ല വ്യൂ പോയിൻറ്റിൻ്റെ സൈഡിൽ പോയി നിന്ന് ആ മതിലിന് താഴോട്ടൊന്ന് നോക്കണം. അവിടെ കാണുന്ന വൃത്തികെട്ട വേസ്റ്റ് നമുക്ക് മറ്റൊരു നാട്ടുകാരനെ എൻ്റെ നാടാണിത് എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് കാണിക്കാൻ പറ്റില്ല. എനിക്കെന്നാൽ ഇവിടെയുള്ള ഒരു നാട്ടുകാർക്കും കാണിക്കാൻ പറ്റില്ല. അത്രയ്ക്കും വേസ്റ്റാണ് ഇവിടെ കൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഈ ചെയ്യുന്ന ആളുകൾക്കെതിരെ ഈ പ്രകൃതി സ്നേഹി എന്ത് തരം നടപടിയാണ് സ്വീകരിച്ചത്? കഴിഞ്ഞ വർഷം 2023-24 കാലഘട്ടത്തിൽ കേരളത്തിൽ മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട പ്ലാസ്റ്റിക് വേസ്റ്റ് 71,000 മെട്രിക് ടണ്ണാണ്. 71,000 മെട്രിക് ടൺ. അതിൽ നിന്നും തിരിച്ച് കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെബ്സൈറ്റുകളിൽ, സർക്കാർ വെബ്സൈറ്റുകളിൽ നിന്ന് മൊത്തം കണക്ക് കൂട്ടിയെടുത്തതെന്ന് പറയുന്നത് 11,082 ടൺ മാത്രമാണ്. അതായത് 71,000 മെട്രിക് ടൺ വേസ്റ്റ് പുറപ്പെടുവിച്ചപ്പോൾ കേരളത്തിൻ്റെ കഥ മാത്രമാണ് ഈ പ്രകൃതി സ്നേഹിയോട് എനിക്ക് പറയാനുള്ളത്. അതിൽ 11,082 ടണ്ണാണ് തിരിച്ചെടുത്തിട്ടുള്ളൂ. ബാക്കി വേസ്റ്റ് തിരിച്ചെടുക്കാൻ, അത് എടുപ്പിക്കാൻ എന്തുകൊണ്ട് ഈ പ്രകൃതി സ്നേഹി കേസ് കൊടുത്തില്ല? നിങ്ങളുടെ പ്രകൃതി സ്നേഹം ഒരു കാപഠ്യമാണോ എന്ന് എന്നെപ്പോലുള്ള സാധാരണക്കാരിവിടെ ചിന്തിച്ചു പോവുകയാണ്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വനവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായിട്ടുണ്ട് ആരോ ആയിട്ട്. ഇവിടെ വഴിപണി നടക്കുമെന്ന് പറയുന്നതായിട്ടോ, അതല്ലെങ്കിൽ പിന്നെ ഇതിൽ സംശയിക്കാവുന്നത് ചിലപ്പോൾ, എൻ്റെ സംശയമാണ് കേട്ടോ, ചിലപ്പോൾ നിങ്ങളുടെ ഹൈവേ പണിക്കാരുമായി എന്തെങ്കിലും ഒരു ധാരണ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം. ഇതും അല്ലെങ്കിൽ വെറുതെ കുറച്ച് കേരളത്തിനൊരു ദ്രോഹം ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഈ മരം വെട്ടിമുറിക്കുമ്പോൾ 10 മരം നടാം, 10 മരം നട്ട് പിടിപ്പിക്കാം. ഈ വേസ്റ്റെല്ലാം കൂടി കൊണ്ട് തള്ളുമ്പോൾ അതെന്ത് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് ആ വേസ്റ്റ് അങ്ങനെ കൊണ്ട് എറിഞ്ഞും അവിടെ ഇവിടെയൊക്കെ കൊണ്ട് വേസ്റ്റ് ഇടുന്നതിൽ നിന്നും എങ്ങനെ അതിൽ നിന്ന് റിക്കവറി നേടാമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് പറയും. ഈ വേസ്റ്റ് മുഴുവൻ കളക്ട് ചെയ്യാത്തതിന് എന്തുകൊണ്ട് നിങ്ങൾ ഗവൺമെൻറ്റിനെതിരെ കേസ് കൊടുത്തില്ല? എന്തുകൊണ്ട് നിങ്ങൾ അതിനൊന്നും എതിരെ പ്രതികരിച്ചില്ല? എന്നിട്ട് ഈ കേരളം മുഴുവൻ്റെ ഒരു പ്രതീക്ഷയായിട്ടുണ്ടായിരുന്നു, കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ഒരു ആശ്വാസവും പ്രതീക്ഷയുമായിരുന്ന ഒരു ഹൈവേ, ആ ഹൈവേയുടെ പണി ഈ കേസ് കൊടുത്ത് മുടക്കാൻ നിങ്ങൾ എന്തിനിങ്ങനെ ശ്രമിക്കുന്നു? എൻ്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ അല്ലേ? അതിന് ആൻസർ നിങ്ങൾ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുവരെ ഈ വീഡിയോ അദ്ദേഹത്തിലോട്ട് എത്തുന്നത് വരെ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാതെയാണ്, അദ്ദേഹത്തിലോട്ട് എത്തുന്നവരെ ഈ വീഡിയോ നിങ്ങൾ പങ്കുവയ്ക്കുമെന്നും ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ചിലർ ചോദിക്കാൻ പോകുന്ന ചോദ്യമായിരിക്കും, കാട് കയ്യേറിയവരല്ലേ, കാട് കയ്യേറി താമസിക്കുകയല്ലേ? അങ്ങനെ കാട് കയ്യേറാത്തവരായി ആരുണ്ട് ഇവിടെ? അതുകൂടെ പറയണം. കുറച്ച് വർഷങ്ങൾക്ക് പുറകോട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. കാട് കയ്യേറാത്തവരായും ആരുമില്ല. ഇപ്പം ഞാനെന്തായാലും കയ്യേറിയിട്ടില്ല, എൻ്റെ പൂർവികരായിരിക്കും കയ്യേറിയിട്ടുണ്ടാവും. എന്തായാലും അങ്ങനെ കയ്യേറാത്തവരായി ആരുണ്ടാവും ഇവിടെ? എല്ലാവരും തന്നെ കാട് കയ്യേറിയവരും മരങ്ങൾ വെട്ടിയവരും മൃഗങ്ങളെ കൊന്നു തിന്നവരുമാണ്. അല്ലാതെ മറ്റു ചരിത്രമൊന്നും മനുഷ്യന് പറയാൻ ഇവിടെ ഇല്ല.
അതുകൊണ്ട് പെട്ടെന്ന് പുതിയ ചരിത്രങ്ങളൊന്നും ഉണ്ടാക്കിക്കൊണ്ടുവന്ന് വിവേകമുള്ളൊരു അനിമലാണ് ഞാനെന്നും പറഞ്ഞുകൊണ്ട് ആളുകളുടെ ജീവിത സാഹചര്യങ്ങളെ മുടക്കുക എന്ന ഉദ്ദേശമൊന്നും ഇവിടെ അത് ശരിയല്ലത്. അത് തീർച്ചയായും ന്യായത്തിൻ്റെ കണക്കിൽ കൂട്ടിവെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കൂടെ പ്രകൃതി സ്നേഹികൾ ശ്രദ്ധിക്കണം. നമ്മുടെ കേരളത്തിലെ ഈ വേസ്റ്റിനെ പറ്റി കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള പ്രകൃതി സ്നേഹം കൂടെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരണം. ഇന്നേ വരെ അതിനു വേണ്ടി ഒരു ചെറുവിരൽ നിങ്ങൾ അനക്കിയോ എന്നെനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അദ്ദേഹത്തിന് മുന്നിൽ എത്തുന്നതുവരെ നിങ്ങൾ പങ്കുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.